രത്നങ്ങളെക്കുറിച്ചുള്ള ആധികാരിക ഗ്രന്ഥമായ രത്നശാസ്ത്രം ഷാർജയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്യും. പ്രശസ്ത പ്ലാനറ്ററി ജെമ്മോജസ്റ്റിസ് ഉണ്ണികൃഷ്ണൻ ശിവാസ് ആണ് ഗ്രന്ഥകർത്താവ്. ജനം ടിവിയിൽ 5 വർഷത്തിലേറെയായി സംപ്രേഷണം ചെയ്യുന്ന രത്നശാസ്ത്ര എന്ന പരിപാടി അവതരിപ്പിക്കുന്ന വ്യക്തി കൂടിയാണ് ഉണ്ണികൃഷ്ണൻ ശിവാസ്. കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെയായി രത്നമേഖലയിൽ പ്രവർത്തിക്കുന്ന ഉണ്ണികൃഷ്ണൻ ശിവാസ് 5 വർഷത്തിലേറെ സമയമെടുത്ത് പൂർത്തിയാക്കിയ പുസ്തകമാണ് രത്നശാസ്ത്രം. പുസ്തകത്തിന്റെ പ്രകാശനം 44ാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ നടക്കും. നവംബർ 9 ഉച്ചയ്ക്ക് 12:30 ഹാൾ നമ്പർ 7 റൈറ്റേഴ്സ് ഫോറത്തിൽ നടക്കുന്ന പ്രകാശന ചടങ്ങിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. നമ്മൾ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായിട്ടുള്ള 50ഓളം രത്നങ്ങളെ എങ്ങനെയാണ് ഭൂമിയിൽ ഉണ്ടാകുന്നത്, അത് മനുഷ്യൻ്റെ കയ്യിലെത്തുന്നവരെയുള്ള പ്രോസസ്സിങ്, അതുപോലെ തന്നെ രത്നങ്ങൾ ആർക്കൊക്കെ അനുയോജ്യമാണ്, രത്നങ്ങളുടെ മെഡിസിനൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ള 50ഓളം രത്നങ്ങളുടെ കളർ പിക്ചറോടുകൂടി കൊടുത്തിട്ടുള്ള ഒരു ബുക്കാണ്. രത്നങ്ങൾ ധരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമല്ല, രത്നമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ഒരു റെഫറൻസ് ഗ്രന്ഥമായി രത്നശാസ്ത്രം ഉപയോഗിക്കാമെന്ന് ഉണ്ണികൃഷ്ണൻ ശിവാസ് പറഞ്ഞു. കൈരളി ബുക്സാണ് പ്രസാധകർ. ഒരു റെഫറൻസ് ഗ്രന്ഥമായിട്ട് വേണമെങ്കിൽ നമുക്ക് കുട്ടികൾക്കും രത്നങ്ങൾ ധരിക്കാൻ താല്പര്യമുള്ളവർക്കും രത്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും അതുപോലെ രത്നങ്ങളുടെ വർക്ക് ചെയ്യുന്നവർക്കും രത്നങ്ങളെങ്ങനെ ഘടിപ്പിക്കണം, എങ്ങനെയാണ് മൗണ്ട് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ചും അത് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ജുവല്ലറി രത്നം വിൽക്കുന്ന ജുവലർക്കാർക്കൊക്കെ ഇതൊരു റെഫറൻസ് ഗ്രന്ഥമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ശിവാസ് ഗ്രൂപ്പ് ഡയറക്ടർ ഉല്ലാസ്, കൈരളി ബുക്സ് മാനേജിംഗ് ഡയറക്ടർ ഒ അശോക് കുമാർ, മനോജ് ആൻഡ് അസോസിയേറ്റ്സ് ചാർട്ടേഡ് അക്കൗണ്ട് CEO ഡോക്ടർ മനോജ് എടൂർ, ലക്ഷ്മി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജനം, ദുബായ്.